ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാംഗോ പൾപ്പ് എങ്ങനെ ഉണ്ടാക്കി മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 15 മാമ്പഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലൊട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. വെള്ളം തീരെ ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുത്താൽ നമ്മുടെ പൾപ്പ് റെഡിയാവും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചതിൻ്റെ പകുതിയോളം വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് പഞ്ചസാര ചേർക്കാണ്ട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് മാസങ്ങളോളം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേടുവരാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ മാങ്ങയില്ലാത്ത സമയത്തൊക്കെ ജ്യൂസും അതുപോലെ മാംഗോ ഷേക്കൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.